ദുബായ് രാജ കുടുംബ അംഗമായ മുഹമ്മദ് ഇബ്രാഹിം അൽ മൻസൂക്കി കേരള സന്ദർശനത്തിൻ്റെ സമാപനം കുറിച്ച ദിവസം തിരുവനന്തപുരത്തെ പാളയം ജുമാ മസ്ജിദ് സന്ദർശിക്കുകയും ഇമാമും അതുപോലെ തന്നെ നിരവധി ആൾക്കാരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. നമുക്ക് ആ പ്രോഗ്രാം കാണാം. സമുദ്രത്തിന്റെ തീരത്തൂടെ നൂറ്റാണ്ടുകളായി വാണിജ്യബന്ധം പുലർത്തുന്ന ദുബായിലെ പ്രമുഖ വാണിജ്യ കുടുംബമായ അൽ മർസൂക്കി കുടുംബത്തിന്റെ 3ാം തലമുറയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഹിസ് എക്സലൻസി മുഹമ്മദ് അബ്ദുള്ള ഇബ്രാഹിം അൽ മർസൂക്കി 5 ദിവസത്തെ സന്ദർശനത്തിന് കേരളത്തിലെത്തി അവസാനമായി പത്രസമ്മേളനം നടത്തി പിരിയുന്ന അസുലഭ നിമിഷമാണ്. അദ്ദേഹം വന്നപ്പോൾ പറഞ്ഞു, അനന്തപുരിയിൽ കാലുകുത്തിയപ്പോൾ പറഞ്ഞു, അവസാനമായി ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ ഈ പാളയം ജുമാ മസ്ജിദിൽ വന്ന് നിസ്കരിച്ച് പ്രാർത്ഥനയോടുകൂടി വേണം ദുബായിലേക്ക് മടങ്ങണമെന്ന്. അതായിരുന്നു തൻ്റെ മുത്തച്ഛൻ ചെയ്തിരുന്ന പാരമ്പര്യം. വന്നപ്പോഴും അദ്ദേഹം അത് ആവർത്തിച്ചു. തൻ്റെ മുത്തച്ഛൻ എങ്ങനെയാണോ ബേപ്പൂർ വന്നത്, ബേപ്പൂർ തുറമുഖത്ത് നിന്ന് കപ്പലുകൾ വാങ്ങിയ പാരമ്പര്യമുള്ള തൻ്റെ മുത്തച്ഛൻ്റെ പാദമുദ്രകൾ പതിഞ്ഞ ബേപ്പൂർ തുറമുഖത്ത് വന്നു നിന്ന് പ്രാർത്ഥനയോടുകൂടിയാണ് അദ്ദേഹം അറേബ്യൻ മഹാസമുദ്രത്തെ നോക്കിക്കണ്ടത്. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കുടുംബം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെയാണോ വ്യാപാരം നടത്തിയത്, അതേ വ്യാപാര ബന്ധം മലയാള നാടുമായി വീണ്ടും പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടി ബേപ്പൂർ തുറമുഖത്തു നിന്നും ഒരു പൈതൃക ടൂറിസം അടയാളപ്പെടുത്തുന്ന ഹെറിറ്റേജ് കപ്പൽ വാങ്ങി ഈ നമ്മുടെ മലബാറിൻ്റെ സുഗന്ധവ്യഞ്ജനങ്ങളുമായി വീണ്ടും അറേബ്യൻ മഹാസമുദ്രത്തിൻ്റെ തീരത്തുള്ള തുറമുഖത്തൂടെ സഞ്ചരിക്കുവാനുള്ള ഒരു പൈതൃക ടൂറിസം പദ്ധതിയാണ് അൽ മർസൂക്കി വിഭാവന ചെയ്യുന്നത്. ദയവേത് നിങ്ങൾ മഹാരാജാവിൻ്റെ പേരിൽ ഒരു ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിന് ഗൾഫിൽ അംഗീകാരം വാങ്ങിയതിന് ശേഷമാണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ശേഷമാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത്. ഈ അനന്തപുരിയിൽ വന്നത് തന്നെ സ്വാതിരുനാൾ മഹാരാജാവിൻ്റെ ദീപ്ത സ്മരണകൾ നിലനിൽക്കുന്ന കുതിരമാളിയ കൊട്ടാരം സന്ദർശിച്ച് തിരുവിതാംകൂറിലെ രാജവംശത്തിലെ പ്രതിനിധികളായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയും പൂയൻ തിരുനാൾ ഗൗരി ഭർവതിഭായ് തമ്പുരാട്ടിയും ഒന്നിച്ച് ചേർന്ന് അൽ മർസൂക്കി കുടുംബത്തിൻ്റെ പ്രതിനിധിയെ സ്വീകരിക്കുകയും തിരുവിതാംകൂർ രാജവംശത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ സ്വാതിരുനാൾ മഹാരാജാവ് ഇന്ന് ഒരു മെഷീനറി സംവിധാനമാണ് ഒരു വ്യവസായമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇസ്രായേൽ ടെക്നോളജിയോട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന ഇന്ത്യയിലെ IIT ടെക്നോളജി. അപ്പോൾ നമ്മുടെ നാടുമായി വീണ്ടും വാണിജ്യ കരാറുകൾ നടപ്പാക്കാൻ കൂടുതൽ അറബികളുമായി കേരളത്തിലെത്തുമെന്നുള്ള ശുഭപ്രതീക്ഷ അഭിമന്യ പാളയം ഇമാമിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ന് വൈകുന്നേരം മടങ്ങുകയാണ്. എല്ലാവർക്കും നിങ്ങളുടെ സ്നേഹാദരങ്ങൾ. Bismillah ar-Rahman ar-Rahim. I would like from this stage to thank all the Indian and the hospitality of Malabar people. Really, I feel so comfortable in my stay in this station, and during the 5 days of my place here, I feel a family and I didn't feel any far. And today I'm ending my trip here with the beautiful mosque, with the holy place. And as we say in Arabic, khatamuha misk, means it is smell like a perfume misk. So inshallah it will be a good relation between us and all the community of Malabar and with Dubai, inshallah. Thank you very much. വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അദ്ദേഹം കോഴിക്കോട് ബേപ്പൂരിൽ നിന്ന് തുടങ്ങി ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രൊജക്റ്റുകൾ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. നമ്മുടെ ഹെറിറ്റേജുമായി ബന്ധപ്പെട്ട, നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ വികസിപ്പിക്കുവാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട നിരവധി ആശയങ്ങൾ അദ്ദേഹം നമ്മോട് പങ്കുവച്ചു. ഏതായാലും അതെല്ലാം തന്നെ വളരെ ക്രിയാത്മകമായിട്ട് നമ്മുടെ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട ചുവടുകൾ വെക്കാൻ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ, ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുമാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്.
നമ്മുടെ മർച്ചന്റ് അസോസിയേഷൻ്റെ السلام مرحبا كيف حالك؟ الله يحفظك ان شاء الله. الحمد لله. كيف كرة؟ الحمد لله. جزاكم الله خير. كريلا جميلة. الله يسلمك. كريلا جميل. كريلا people are ഓക്കെ. നമ്മുടെ ബോസിൻ്റെ ആ സംരംഭമാണ് സംരംഭമാണ്. We have a couple of units in Dubai, also Rashidia, as well as in the Abu Bakr Siddiqui station. 2 units are there. We are based in University. No, it's a hospital. ഹോസ്പിറ്റൽ മുസ്തഫ. Which We are based hospital? KIMS. Yeah, we are based in Bahrain. Best. MashaAllah. Top class hospital. Here. Yes, top class hospital. That is 1,200 bed coronary care. MashaAllah. Yeah. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. എന്തോ ബൈറ്റ് കൊടുത്തിട്ട് ആ